ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ള ഒരു നാടൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചേനയില തോരനാണ്. അപ്പോൾ ചേനയിലൊക്കെ എല്ലാവർക്കും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് ഇനി തോരൻ വെച്ച് നോക്കും. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ചേനയില എടുക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ അധികം വിരിയാത്ത ഇലകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവും. ഇതിപ്പോൾ നന്നായിട്ട് വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പത്തിലത്തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേനടല നമ്മളതിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ചേനടലയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിൽ ചിലപ്പോൾ ചെറിയ ചെറിയ എട്ടുകാലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ അതുപോലെ ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഇത് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ കട്ടിയുള്ള ഭാഗം ഞാൻ എടുക്കണില്ല കേട്ടോ, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതതുപോലെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അതങ്ങനെ നാലാക്കി ഇനി നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് അരിയേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കി കൂടെ അരിഞ്ഞെടുക്കാം. അപ്പോൾ അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിത് ഇതുപോലുള്ള കട്ടിയുള്ള ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ, അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 7 ചെറിയ ഉള്ളി, കുറച്ച് തേങ്ങ, 2-3 പച്ചമുളക്, ഇത്രയാണ് വേണ്ടത്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ടിട്ട്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് ചതച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, അതാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. 2 ഉണക്കമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നടുവിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ ഇതാ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചേനയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ നമുക്ക് കൂടുതലുണ്ടെന്ന് തോന്നും, പക്ഷേ വാടി കഴിയുമ്പോൾ നമുക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി വാടി കിട്ടും. ഇപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ചും കൂടി വാടിയതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. അതായത് നമ്മൾ ഈ കാണുന്നതിനൊക്കെ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഉപ്പ് കൂടി പോവും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഇലയിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. നന്നായി ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ഇത് ഒന്നുകൂടെ തുറന്നു നോക്കാം. ഇപ്പോൾ ഇതാ ചേനയിലൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക.
അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചേനയിലൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ആ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിട്ട് ഇളക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇനി ആ തേങ്ങയുടെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് ഇളക്കിയെടുക്കാം. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉലർത്തി കൊടുക്കുക. അപ്പോൾ ആ തേങ്ങയുടെയൊക്കെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചേനയിൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.